ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കർത്താവായ ഈശോ മിശിഹായും നിക്കോദേമോസും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഈശോ നൽകുന്ന ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആരാണ് നിക്കോദേമോസ്? ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിക്കോദേമോസിനെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 സ്ഥലത്താണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 2 വരെ തിരുവചനങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. രാത്രിയിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന നിക്കോദേമോസ്. രണ്ടാമതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 50-51 തിരുവചനങ്ങളിൽ യഹൂദ പ്രമാണികളുടെ മധ്യേ യേശുവിന് വേണ്ടി വാദിക്കുന്ന നിക്കോദേമോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഈശോയുടെ മൃതസംസ്കാര വേളയിൽ അവിടെ ഇടപെടുന്ന വ്യക്തി, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയെ ആയിട്ട് നിക്കോദേമോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വധിക്കുവാനും യേശുവിനെതിരെ ഗൂഢാലോചന നടത്തുവാനും ആഗ്രഹിക്കുകയും അവരതങ്ങനെ ചെയ്യുകയും ചെയ്തപ്പോൾ യഹൂദ പ്രമാണികളിൽ ഒരാളായിരുന്ന പരിസേയനായിരുന്ന ഈ നിക്കോദേമോസ് യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി മാറുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 3-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ യേശുവും നിക്കോദേമോസും എന്നുള്ളതാണ് നമുക്കവിടെ തലക്കെട്ടായി കാണുന്നത്. ഈ നിക്കോദേമോസും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ വളരെ വലിയ വിശ്വാസ സത്യങ്ങളാണ് നമ്മളവിടെ ദർശിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസത്തിൻ്റെ പടിപടിയായ വളർച്ചയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം ഈശോ ഒരു യഹൂദ പ്രമാണിയോട്, അതായത് യഹൂദ നിയമങ്ങളെല്ലാം അറിയാവുന്ന, മോശയുടെ നിയമങ്ങളെല്ലാം അറിയാവുന്ന വലിയ ജ്ഞാനമുള്ള ഒരു വ്യക്തിയോടാണ് ഈശോ സംസാരിക്കുക. അപ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈശോ ആ വ്യക്തിക്ക് മറുപടി കൊടുക്കുക. ഇവിടെ രാത്രിയിൽ ഈശോയുടെ അടുത്തേക്ക് നിക്കോദേമോസ് വന്നു എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പ്രതീകാത്മകമായി അവതരിപ്പിച്ചതായിരിക്കണം. കാരണം രാത്രി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുമ്പോൾ അത് തിന്മയെ കാണിക്കുന്നു, അല്ലെങ്കിൽ അത് പാപത്തെ കാണിക്കുന്നു എന്ന ഒരു പ്രതീകത്തെ ആയിട്ടായിരിക്കണം ഇരുട്ടിനെ കാണിക്കുക. ഇവിടെ ഒറ്റുകാരനായ യൂദാസ് കറിയോത്തായെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വചനത്തിൽ നമ്മൾ കാണുകയാണ്, അപ്പക്കഷണം സ്വീകരിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ നമ്മൾ 2 വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, അന്ധകാരത്തിലായിരുന്ന നിക്കോദേമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്ന നിക്കോദേമോസിനെ നാം കാണുകയാണ് സുവിശേഷത്തിൽ. വീണ്ടും നമ്മൾ കാണുന്നു, രാത്രിയായപ്പോൾ പ്രകാശത്തിൽ നിന്ന്, അതായത് യേശുവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇരുട്ടിലേക്ക് പോകുന്ന യൂദാസിനെ നാം കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ പ്രകാശത്തിലേക്ക് വരുന്ന നിക്കോദേമോസ് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നു. എന്നാൽ ഇവിടെ യൂദാസ് കറിയോത്ത പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നിക്കോദേമോസ് ഈശോയുടെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ് പറയുന്നത്, ഇത് ദൈവം കൂടെ ഇല്ലാതെ ഏതൊരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു
ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് നിക്കോദേമോസ് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വിശ്വാസത്തിൻ്റെ ആദ്യ പടിയാണ്. ഇതിന് നമുക്ക് അപൂർണമായ വിശ്വാസം എന്ന് പറയാം. ഈ ബൈബിൾ ഭാഗങ്ങളെ ധ്യാനിക്കുമ്പോൾ അപൂർണമായ വിശ്വാസം, വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് 3 തലങ്ങളായി നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടുള്ള ഒരു വിശ്വാസമാണ് നിക്കോദേമോസിനുണ്ടായത്. അതുകൊണ്ട് യേശു മറുപടി കൊടുക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ജലത്താലുള്ള ജനനം അത് മാമോദീസയാണ്. ആത്മാവിലാലുള്ള ജനനം അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. അതാണ് ഈശോ അവിടെ നിക്കോദേമോസിന് കൊടുക്കുന്ന ഉത്തരം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക? നമ്മൾ തമ്പുരാനിലേക്കുള്ള ആ വിശ്വാസത്തിലേക്ക് കടന്നു വരിക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത് കൊണ്ടാണോ, അടയാളങ്ങൾ സംഭവിച്ചത് കൊണ്ടാണോ, അതല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണോ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം അപൂർണമാണെന്ന് പറയുകയാണ്. നമ്മുടെ കത്തോലിക്കാ തിരുസഭയിൽ മാമോദീസായിലൂടെ അംഗങ്ങളായിരിക്കുന്നത് ഒരു പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ ഇന്ന് ഈ ബൈബിളിലൂടെ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് കത്തോലിക്കാ തിരുസഭയിൽ മാമോദീസായിലൂടെ ജന്മമെടുത്ത ഈ സഭാ മാതാവിൻ്റെ ഉദരത്തിൽ നമ്മൾ മാമോദീസായിലൂടെ ജന്മമെടുത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാരൂപിയുടെ ആ അഭിഷേകത്താൽ നിറഞ്ഞ് കൂദാശകളിലൂടെ ആ പോഷകാഹാരം സ്വീകരിച്ചുകൊണ്ട് ആത്മീയ സമ്പന്നതയിൽ വളർന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈ അപൂർണമായ വിശ്വാസത്തിലാണോ, പൂർണ്ണമായ വിശ്വാസത്തിലാണോ? ഈ നിക്കോദേമോസിനെ പോലെ യേശുവിനെ കൂടുതലായിട്ട് അറിയുവാനുള്ള ഒരു തീഷ്ണത നമ്മളിലേക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അടയാളങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥമായ ഒരു വിശ്വാസമല്ല എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവത്തിൻ്റെ ഭരണമാണ്, ദൈവത്തോടൊപ്പമായിരിക്കുകയാണ്. അതിന് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, ലോകത്തിൻ്റെതായ താല്പര്യങ്ങൾ, ജഡിക താല്പര്യങ്ങൾ, ലൗകിക സുഖങ്ങൾ, ഇതിനൊക്കെ പെട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ അധിപന് കീഴിലായി ജീവിക്കുകയല്ല, അതിലുപരിയായി തിന്മയെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിയോടുകൂടി നന്മയിൽ ജീവിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണമെന്ന് നിക്കോദേമോസിനോട് പറയുകയാണ്. മോശയുടെ നിയമങ്ങളെല്ലാം പാലിച്ചിരുന്ന, മോശയുടെ ന്യായപ്രമാണങ്ങൾ എല്ലാം അറിഞ്ഞിരുന്ന, ദൈവിക കൽപ്പനകളെല്ലാം അനുസരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ആ വ്യക്തിയോട് ഈശോ പറയുകയാണ്, ആ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നീ സഭയോട് ചേർന്നിരിക്കുക, സഭാ മാതാവിൻ്റെ ഉദരത്തിൽ നീ ജന്മമെടുക്കാൻ നീ മാമോദീസ സ്വീകരിക്കുക. അവിടുത്തെ ഉദരത്തിൽ നിന്ന് മാമോദീസ നീ ഈ സഭയിലേക്ക് പിറന്നു വീഴുന്നത് മാമോദീസ സ്വീകരിച്ചിട്ടാണ്. തുടർന്ന് നിനക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നിന്നെ വളർത്തുന്നതും നിന്നെ ജീവിപ്പിക്കുന്നതും നിന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും നിന്നെ ദൈവരാജ്യത്തിൽ അംഗമാക്കുന്നതും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഒറ്റയ്ക്കായിരിക്കേണ്ടവനല്ല. നമ്മുടെ വിശ്വാസം സഭയോട് ചേർന്ന്, സഭാപിതാക്കളോട് ചേർന്ന്, സഭയുടെ പഠനത്തോട് ചേർന്നായിരിക്കേണ്ടവരാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്ന് മാറിപ്പോയി നിന്ന് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രഘോഷിക്കുന്നു, അങ്ങനെയെങ്കിൽ അത് യഥാർത്ഥമായ ഒരു വിശ്വാസമല്ല എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ യേശു നമുക്ക് നൽകിയ ഈ 7 കൂദാശകളിലെ പ്രധാനപ്പെട്ട കൂദാശകളായ
നമ്മളെ സഭയിലേക്ക് ജന്മമെടുപ്പിക്കുന്ന ഈ കുദാശകളായ ഈ മാമോദീസായിലൂടെയും തുടർന്നുള്ള പരിശുദ്ധാരൂപിയിലൂടെ അഭിഷേകത്തിലൂടെയുമുള്ള ഈ ശക്തി നമ്മൾ സംഭരിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി ജീവിക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക, സഭയോട് ചേർന്നിരിക്കുക എന്ന് ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നിക്കോദേമോസിന് കൊടുക്കുന്ന ഉത്തരമാണ്. എങ്കിലും ഇത് സഭയോടാണ് കർത്താവായ ഈശോ മിശിഹ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഇനി വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ മാമോദീസ സ്വീകരിക്കണം, പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട്, അതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. പരിപൂർണമായ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നു. ഇനി വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ തമ്പുരാനിലേക്ക് നിരന്തരമായി തമ്പുരാനിലേക്ക് വരികയും, പ്രിയപ്പെട്ടവരെ, ഈ ഈശോയിലേക്ക് അടുക്കാനുള്ള ആ പ്രവൃത്തികൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന തരത്തിലുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കൊരു വീണ്ടും ജനനമുണ്ടാകണം, നമുക്കൊരു പുനർജീവനം നമുക്കുണ്ടാകണം. അതെങ്ങനെയാണ് സംഭവിക്കുക? വിശ്വാസത്തിൽ നാം ആഴപ്പെടണം. നമ്മൾ മാമോദീസായിലൂടെ നമ്മൾ സഭയിൽ അംഗമായെങ്കിൽ നമ്മൾ മതബോധന ക്ലാസ്സിലൊക്കെ യേശുവിനെ കുറിച്ച് പഠിച്ചു, കാറ്റക്കിസം നമ്മൾ പഠിച്ചു, വൈദികരിലൂടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമാരുടെ എല്ലാം നമുക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞു, മാതാപിതാക്കളിലൂടെ യേശുവിനെ നമ്മൾ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ബൈബിൾ വായനയിലൂടെ ഒക്കെ നമ്മൾ യേശുവിനെ അറിഞ്ഞു. ഇനി ഈ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുവാനായിട്ട് ആഴത്തിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതിന് ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ അതൊരു മാനസാന്തരം നമുക്കുണ്ടാകണം. മാനസാന്തരം എന്ന് പറയുമ്പോൾ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പാപം നിറഞ്ഞ അവസ്ഥയിൽ നിന്നൊക്കെ മാറി, നമ്മുടെ അവിശ്വാസത്തിൽ നിന്ന് മാറി, നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ നിന്നൊക്കെ മാറി പ്രത്യാശയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. നമ്മൾ പ്രത്യാശയിലേക്കും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആശ്രയ ബോധത്തിലേക്കും, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, ആ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം, പ്രിയപ്പെട്ടവരെ, അത് മനോഹരമായി, അത് ശക്തിയായി, തീഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറണം, ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ആ പുതിയ സ്നേഹം ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇപ്പം നമ്മൾ എസെക്കിയേൽ പ്രവാചകനിലൂടെ കേട്ട ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനിലൂടെ അരുൾ ചെയ്ത തിരുവചനം: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ വിശ്വാസം ചോർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം, ഇന്ന് നമ്മൾ
വലിയ മഹാമാരിയുടെ നടുവിലൂടെ പ്രയാണം ചെയ്യുന്നവരാണ്. സഹനത്തിൻ്റെ പാതയിലൂടെയൊക്കെ നടന്നു പോകേണ്ടവരാണ്. നമ്മുടെ വിശ്വാസത്തെ ഇന്ന് നമ്മൾ നാളിതുവരെ എങ്ങനെയാണോ പരിപാലിച്ചു കൊണ്ടുവന്നത്, അത് മുന്നോട്ട് അതുപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥകളിൽ ചില അസ്വസ്ഥതകളൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെട്ട അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് ഞാനും നീയും ഇന്ന് ജീവിക്കുക. നമുക്കിന്ന് പള്ളിയിൽ പഴയ പോലെ പോകാനായിട്ട് സാധിക്കുന്നില്ല, ചില നിയന്ത്രണങ്ങളൊക്കെയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, കൂദാശ ജീവിതം ഇന്ന് പഴയ പോലെ നമുക്ക് നമ്മുടെ ആ പഴയ തീഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അനുദിനം പള്ളിയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ പള്ളികളിൽ പലതും അടഞ്ഞു പോയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ ഈ സഹനങ്ങളുടെ ഈ നിയന്ത്രണങ്ങളുടെ നടുവിലും ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ അനുഗ്രഹം, ആ വലിയ ദാനം, വിശ്വാസം എന്ന മഹാദാനം എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെയോ ഈ മഹാമാരികളുടെ നടുവിൽപ്പെട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, അതല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക തകർച്ചയുണ്ടായപ്പോൾ, എനിക്ക് ബിസിനസ് പരാജയമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ചുവോ? ഞാൻ രോഗിയായി മാറിയപ്പോൾ, എൻ്റെ എല്ലാമായ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ എനിക്ക് ദൈവത്തോട് അമർഷം തോന്നിയോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പിറുപിറുത്തുവോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അകന്നു പോയോ? എൻ്റെ വിശ്വാസ ശക്തിക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് ദൈവം ഇന്ന് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവം നമ്മെ നോക്കി പറയുകയാണ്, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, നിന്നിൽ ഞാൻ പുതിയൊരു ശക്തി നിക്ഷേപിക്കാം, നിനക്ക് ഞാൻ ആത്മാവിൻ്റെ അഭിഷേകം നൽകാം. നിന്റെ ഹൃദയത്തിലുള്ള ശിലാഹൃദയങ്ങൾ, അല്ലെങ്കിൽ നിന്റെ പരിപരുത്ത ചിന്താഗതികൾ, നിന്റെ തിന്മ നിറഞ്ഞ അവസ്ഥകളെല്ലാം എടുത്തു മാറ്റി ഒരു പുതിയ ശക്തിയെ ഞാൻ നിന്നിൽ അഭിഷേകം ചെയ്യാം. ഞാൻ എന്തു ചെയ്യണം? ഞാൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഇരുട്ടിലായിരുന്ന നിക്കോദേമൂസ് എങ്ങനെയാണോ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത്? പ്രകാശം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് പ്രഘോഷണം നടത്തിയ കർത്താവ് ഈശോ മിശിഹായുടെ സന്നിധിയിലേക്ക് നിക്കോദേമോസ് കടന്നു വന്നതുപോലെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വളരെ സഹനങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ഞാൻ അതിൻ്റെ കെണികളിൽ പെട്ടുപോകാതെ, പിശാചിൻ്റെ പിടികളിൽ പെട്ടുപോകാതെ, ഭയത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും സഹനങ്ങളുടെയും പ്രതികൂലമായ അവസ്ഥകളുടെയും സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ, പ്രകാശമായ ഈശോയിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ എൻ്റെ വിശ്വാസം ആഴപ്പെടും. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കും. നമ്മളിലേക്ക് അവിടുന്ന് ഒരു പുതിയ ശക്തി അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമുക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒക്കെ കിട്ടിയ ഈ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനും അത് കൂടുതൽ ശക്തിയോടുകൂടി അത് നമ്മുടെ ഭൂമിയിലെ ജീവിതാന്ത്യം വരെ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാനുമായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്തും കടന്നു വന്നുകൊള്ളട്ടെ. ഓർത്തു നോക്കിക്കേ, ആ നിക്കോദേമൂസിന് അവരുടെ പ്രമാണികളുടെ ഇടയിൽ പ്രമാണികളെല്ലാം ദൈവത്തിനെതിരായിരുന്നു. പ്രമാണികളെല്ലാം ഫരിസേയരെല്ലാം ദൈവത്തെ വിമർശിച്ചിരുന്നവരാണ്. ദൈവത്തിന് യേശുക്രിസ്തുവിനെതിരായി പ്രഘോഷണം നടത്തിയവരാണ്, കള്ളസാക്ഷ്യം പറഞ്ഞവരാണ്. അവരുടെയൊക്കെ ഇടയിലായിരുന്ന ഈ മറ്റൊരു പ്രമാണി കണ്ടോ, അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവിടെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് യേശുവിൻ്റെ അടുത്തേക്ക് വചനം ശ്രവിക്കുവാനായി, ആ ഗുരുവിൻ്റെ സ്നേഹമനുഭവിക്കാനായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നിക്കോദേമോസിൻ്റെ ജീവിതം വലിയ അനുഗ്രഹമായി മാറി എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വ്യക്തി അന്ധകാരത്തിൽ നിന്ന്
പ്രകാശത്തിലേക്ക് വന്നു എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ അപ്പക്കഷ്ണം സ്വീകരിച്ച് അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ രാത്രിയായിരുന്നു, അവൻ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഈ മഹാമാരിയുടെ നടുവിൽ, ഈ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ നാം അന്ധകാരത്തിൻ്റെ അവസ്ഥകളിലേക്ക് പോകാതെ കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കർത്താവായ ഈശോ മിശിഹ നിക്കോദേമോസിന് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. അത് ഇപ്രകാരമാണ്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. എന്തുകൊണ്ടാണ്? പാപം മൂലം അവിടെ മരണം സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ ജനത്തിലുള്ള അനേക ജനങ്ങൾ മരണം മൂലം സർപ്പദംശനേറ്റ് അവര് മരണം സംഭവിച്ചുകൊണ്ടിരുന്ന, അവര് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ഭയങ്കരമായ ഒരു ഭീകരാവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. അവർക്ക് മരണം സംഭവിച്ചു, അനേകർ മരണപ്പെട്ടു. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ മോശ ഇതിന് ഒരു പരിഹാരം കാണുവാനായിട്ട് അവിടെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരമാണ്: സർപ്പത്തെ ഉയർത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ സർപ്പത്തിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തികളും അവർ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ഈശോ പറയുകയാണ്, ഇതുപോലെ ആ സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ സർപ്പത്തെ നോക്കി ആരൊക്കെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ ദംശനമേറ്റ് പാപത്തിൻ്റെ അന്ധകാരത്തിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജനതതികളും ഇതുപോലെ കുരിശിൽ പീഡകൾ സഹിച്ച് അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ട ആ യേശുവിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തിയും ജീവൻ പ്രാപിക്കും, അവൻ രക്ഷ പ്രാപിക്കും എന്ന് നിക്കോദേമോസിനോട് യേശു സംസാരിക്കുന്ന തിരുവചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അടിപതറാതെ ജീവിക്കണമെങ്കിൽ, ഓരോ ദിവസവും പടിപടിയായി ഞാൻ എൻ്റെ വിശ്വാസത്തിൽ വളർന്നു വരണമെങ്കിൽ, ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഞാൻ വളർന്നു വരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ യേശുവിലേക്ക് നോക്കാൻ പറയുകയാണ്. ആ യേശുവിലേക്ക് നോക്കിയാൽ നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നീ പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്നവനായിക്കോട്ടെ, നീ തകർന്ന് തരിപ്പണമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, നീ മരിച്ചു പോകേണ്ട അവസ്ഥ ആയിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് പറയുന്നു, കർത്താവ് ഈശോ മിശിഹ പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ഗാഗുൽത്താ മലയിൽ യാഗമായി ബലിയായി മാറിയ കർത്താവ് ഈശോ മിശിഹ നിന്നെ നോക്കി ഇന്ന് പറയുകയാണ്, നിന്നെ ഞാൻ രക്ഷിക്കും, നിനക്ക് ജീവൻ നൽകും, നിനക്ക് ഞാൻ പുതിയ ശക്തി നൽകും, നിന്നിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ ലോകത്തിലുള്ള ജീവിതത്തിലെല്ലാം ഉപരിയായി ദൈവം വാഗ്ദാനം ചെയ്യുക സ്വർഗീയ സൗഭാഗ്യത്തിലുള്ള ഒരു ജീവിതത്തെ നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുന്നതും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളും വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നാം എടുക്കുന്ന ഓരോ പരിശ്രമങ്ങളും ഈ നിത്യജീവനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ യേശു ഇവിടെ പറയുന്നു, മകനെ, മകളെ, നീ ഒരിക്കലും പിശാചിൻ്റെ രാജ്യത്ത് എത്തിച്ചേരേണ്ടവനല്ല. പിശാചിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേർന്ന് എന്നും നശിച്ച് ജീവിക്കേണ്ടവന്, നാശം സംഭവിച്ച് ജീവിക്കേണ്ടവനല്ല നീ. അതിലുപരിയായി പുതുജീവൻ പ്രാപിച്ച് ദൈവത്തോടൊപ്പം നീ സൗഭാഗ്യങ്ങളിൽ, സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ, സന്തോഷത്തിൽ, സൗഭാഗ്യങ്ങളിൽ ജീവിക്കേണ്ടവനാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ഈ ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ പ്രഘോഷണത്തിന് പ്രത്യുത്തരം നൽകുന്ന ഏതൊരു വ്യക്തിയും
പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, ഈശോ മിശിഹ ഈ ഭൂമിയിൽ നിന്ന് നടത്തിയ പ്രഘോഷണങ്ങൾക്ക് അനുകൂലമായ പ്രതികൂലമായ ഒത്തിരിയേറെ പ്രത്യുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന് അനുകൂലമായ പ്രത്യുത്തരം ലഭിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പരിചയപ്പെട്ട നിക്കോദേമോസ് എന്ന ഫരിസേയനായ യഹൂദ പ്രമാണി. അവൻ യേശുവിൻ്റെ ശിഷ്യനായി മാറി. അവൻ ആ യേശുവിലേക്ക് നോക്കി. അങ്ങനെ അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും വിശുദ്ധ യോഹന്നാൻ 3:16 പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭാവിശ്വാസികളായ നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ചെയ്യേണ്ടത്? സഭയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആ കുടുംബത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ചെയ്യേണ്ടത്? അല്ല, ആ കുടുംബത്തിലായിരുന്നു കൊണ്ട് തന്നെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കാനായിട്ടാണ് ആ ഓരോ കുടുംബത്തിലെ വ്യക്തികൾ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ മാമോദീസായിലൂടെ ഈ സഭയിൽ ജന്മമെടുത്ത എൻ്റെയും നിൻ്റെയും കടമയാണ് ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ സഭയിലുള്ള എല്ലാ മക്കളുടെയും വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള നമ്മളുടെ ഒരു തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാലോം ടിവിയിലൂടെ ഈ വചന പ്രഘോഷണത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന, വേദനയോടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. വിശ്വാസപൂർവ്വം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.